എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു മുടക്കമുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കിന്ന് ക്ലാസ്സില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ മോരാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ വിചാരിച്ചേക്കണത്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള സവാള ഞാൻ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഞാൻ ചെറിയ പീസാക്കി കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ സാധനത്തിൽ വെച്ച് ചെയ്യാൻ പറ്റും, ഈ ഒരു ചെപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കത്തി കൊണ്ടാണ് ചെയ്തത്. ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ചീഞ്ചട്ടി, പിന്നെ പൊടികൾ, കയ്യിൽ കത്തി, എല്ലാ സാധനങ്ങളും തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പാത്രം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം, അല്ലെങ്കിൽ കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് 1-2 കടുക് ഇടുക. അപ്പോൾ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ഇട്ടു. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇടുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും ഇളക്കാനൊന്നും നിന്നില്ല. വെളുത്തുള്ളി ഇട്ടു. പിന്നെ വേപ്പിലയാണ് ഇട്ടത്. അത് ജസ്റ്റ് ഒന്നായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പാകത്തിനുള്ള പൊടികളിടാം. അപ്പോൾ നമ്മൾക്ക് ഏത് മസാല വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പം ഞാനിതിലിട്ടത് മഞ്ഞൾ, മുളക്, അതുപോലെ തന്നെ ഉപ്പ്, ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഓൾട്രേഷൻ വരുത്താം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കാം. എനിക്കിതിലൊന്ന് ഇളക്കാൻ ചീഞ്ചട്ടി ഇങ്ങനെ ഇളകി പോവാം. അപ്പം ഞാൻ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങിടാം. അങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ അതിൻ്റേതായൊരു രുചിയിൽ ചെയ്യണതായിരിക്കും നല്ലത്. അപ്പം എനിക്കധികമൊന്നും കുക്കിങ്ങൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എളുപ്പപ്പണിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം ഞാൻ അടുത്ത പണിക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആ ചെപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കാറ്. അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങൾ എങ്ങനെ സെറ്റാക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് മോരിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, പിന്നെ മോരൊഴിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള അളവെടുക്കുക കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ അതോട് കൂടിയിട്ട് അതും ശരിയായി. പിന്നെ ഞാൻ ഡോണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയി. ബീഫ് വാങ്ങാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. കട അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ ചിക്കൻ വാങ്ങി. ഈ പൊരി വെയിലത്താണ് നടന്നത്. അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്നേഹമാണ്. അത് കഴിഞ്ഞാൽ അവളുടെ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ ദിവസം കഴിഞ്ഞു.